പ്രിയ ബിജു ജോർജ്. തൻ്റെ പിതാവ് ജോർജ് പീറ്റർ താൻ നമ്മുടെ ക്രൈസ്തവ കൈരളിക്ക് ധാരാളം ഗാനങ്ങൾ സമ്മാനിപ്പാനിടയായി തീർന്നു. തൻ്റെ നല്ല യൗവനത്തിൽ കർത്താവിനെ അറിഞ്ഞ് ആ കാലം മുതൽ തനിക്ക് കൊടുത്തതായ ദർശനത്തിനൊത്തവണ്ണം ദൈവത്തെ സേവിച്ചപ്പോൾ ദൈവം തനിക്ക് നാവിൽ കൊടുത്തതായ നിയോഗപ്രകാരം ധാരാളം ഗാനങ്ങൾ എഴുതി. ആ ഗാനങ്ങളുടെ പശ്ചാത്തലങ്ങളൊന്നും നമുക്കറിയില്ല, ആ ഗാനങ്ങൾ എങ്ങനെയാണ് ഉരുവായതെന്നറിയില്ല. എന്നാൽ ഇന്ന് രാത്രി തൻ്റെ ആ പിതാവിൻ്റെ മകനിൽ നിന്ന് തന്നെ അതിൻ്റെ ഗാനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കേൾക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അത് ഗാനങ്ങൾ ആലപിച്ച് നമുക്കത് കേൾക്കുവാനും ഇടയായിത്തരും. ഓരോ ഗാനങ്ങളുടെയും മുൻപിൽ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ ഗാനങ്ങളുടെയും പിന്നിൽ ഓരോ അനുഭവങ്ങളുണ്ട്. സ്തോത്രം. ഞാൻ ഇവിടെ എപ്പോഴും പറയുന്നൊരു ഗതമാണ്, നല്ല മെസ്സേജുകൾ പുറത്തു വരണമെങ്കിൽ നാം നല്ല ടെസ്റ്റ് മണികൾ പുറത്തു വരണമെങ്കിൽ നാം നല്ല ടെസ്റ്റിലൂടെ കടന്നു പോകണം. ആമേൻ. പ്രൈസ് ഗോഡ്. നല്ല മെസ്സേജുകൾ, നല്ല പാട്ടുകൾ, നല്ല ബുക്കുകളൊക്കെ പുറത്തു വരണമെങ്കിൽ നമ്മൾ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോയെങ്കിലേ മതിയാകുള്ളൂ. തൻ്റെ അനുഭവങ്ങൾ ഇന്ന് രാത്രി കേൾക്കാനും ഈ ഗാനങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനും ഇടയാകട്ടെ. നമ്മളെപ്പോഴും പാടുന്ന കുറേ ഗാനങ്ങളുണ്ട്, അല്ലാതെ തന്നെ നൂറുകണക്കിന് ഗാനങ്ങളുണ്ടെന്നാണ് എൻ്റെ അറിവ്. നമ്മളെപ്പോഴും കേൾക്കുന്ന യേശു എനിക്കെത്ര നല്ലവൻ, അത് കഴിഞ്ഞ് എന്നെ കരുതുവാൻ കാക്കുവാൻ, വിശ്വാസ ജീവിത പടകിൽ, നിന്നിഷ്ടം ദേവ, അതുപോലെ എനിക്ക് വളരെ ഇഷ്ടമുള്ള എനിക്കൊത്താശ വരും പർവ്വതം, അത് വളരെ ഇഷ്ടമുള്ള പാട്ടുമാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള മിക്ക ഭാഷകളിലും ആ ഗാനമുണ്ട്. എൻ്റെ തമിഴ് വേർഷനൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അറിയാതെ കർത്താവിനെ ശ്രദ്ധിച്ചു പോകും. അത്ര മനോഹരമായ ഗാനങ്ങളാണ് നമുക്ക് ആ പ്രിയ പിതാവിലൂടെ ഈ ക്രൈസ്തവ കൈകളിലേക്ക് ദൈവം നൽകിയത്. ആ പ്രിയ പിതാവിനെ ഇവിടെ ശരീര സാന്നിധ്യം കൊണ്ടില്ലെങ്കിലും ഞാൻ ആ പിതാവിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ വന്ദനം ചെയ്യുന്നു, അങ്ങയെ സല്യൂട്ട് ചെയ്യുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തെ നമ്മുടെ കരമടിച്ച് ആ കുടുംബത്തെ ഒന്ന് വന്ദനം ചെയ്യുമെന്ന് വെൽക്കം ചെയ്താട്ട്. ഹല്ലേലൂയ. തുടർന്നുള്ള നിമിഷങ്ങൾ ആ പ്രിയപ്പെട്ട ബ്രദർ ബിജു ജോർജിനെ ശൈലിലേക്ക് ക്ഷണിക്കുന്നു. താൻ മുന്നോട്ട് കടന്നു വന്ന് തൻ്റെ അനുഭവങ്ങളും അതിനോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ഗാനങ്ങളും ആലപിക്കും. അടുത്ത ഏകദേശം 40-50 മിനിറ്റുകൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയും നമുക്ക് അല്പസമയം സമയം അനുവദിക്കുന്ന സമയത്ത് ദൈവജനം കേട്ട് അവസാനമായി കർത്താവിനെ ആരാധിച്ച് എട്ടരയോടെ നമുക്ക് പിരിയാം. കർത്താവ് സഹായിക്കട്ടെ. ബ്രദർ ബിജു ജോർജിനെ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടെ സ്വാഗതം ക്ഷണിക്കുന്നു. നമ്മുടെ കരമടിച്ച് പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യാദൃച്ഛികമായിട്ടാണ് ഇങ്ങനെ ഈ സ്ഥലത്തേക്ക് ഒരു ഇടയായിത്തീർന്നത്. അങ്ങനെ പാസ്റ്ററെ പരിചയപ്പെടാനിടയായി, പല സഹോദരന്മാരെ പരിചയപ്പെടാനിടയായി. വലിയ സന്തോഷമുണ്ട്. ഇവിടെ നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ പിതാവ് അനേക ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലെ ചില ഗാനങ്ങളുടെ പശ്ചാത്തലം മാത്രം ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ പശ്ചാത്തലം കൂടെ അറിയണമല്ലോ. ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ വന്നത് എന്നറിയാണ്ട് അതിന് കൂടെ 2-3 മിനിറ്റ് സംസാരിച്ച ശേഷം അങ്ങനെ നമ്മൾ ഗാനത്തിലേക്ക് കടക്കാം. ഞങ്ങൾ ബേസിക്കലി യാക്കോബ കുടുംബക്കാരാണ്. യാക്കോബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞങ്ങൾ മുന്നോട്ട് കടന്നു വന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ അവരുടെ ജന്മസ്ഥലമെല്ലാം മൂവാറ്റുപുഴ പാമ്പാക്കുട എന്ന സ്ഥലത്താണ്. അവിടെ ഒരു യാക്കോബ ബെൽറ്റുള്ള വലിയൊരു 10,000-ഓളം കുടുംബങ്ങളുള്ള വലിയൊരു പ്രദേശമാണത്. അവിടുത്തെ പള്ളിയിൽ പ്രചാരകനായിരുന്നു എൻ്റെ പിതാവ്. ചെറുപ്പം മുതലേ പള്ളിയിലത്തെ വലിയ എല്ലാ കാര്യങ്ങളിലും വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. ഗ്രാൻഡ് ഫാദർ കാര്യമാണ്, പ്രിയ പീറ്റർ എന്ന പേര്. അങ്ങനെ പുള്ളി യാക്കോബ സമുദായത്തിലുള്ള സുവിശേഷം എന്ന് പറയാം പ്രചാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ പിന്നീട് വായിക്കുകയും വചനം പഠിക്കുകയും ചെയ്തപ്പോൾ അതെല്ലാം തെറ്റാണെന്ന് തോന്നി. അങ്ങനെ രക്ഷിക്കപ്പെടണം, അങ്ങനെ രക്ഷയുടെ സന്ദേശം അറിയുകയും പിന്നെ ആ വചനത്തിൽ നിന്നുള്ള പ്രകാശം ലഭിക്കുകയും ചെയ്തപ്പോൾ സ്നാനപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അന്ന് സമുദായം വിലക്കി, സഭ വിലക്കി, എങ്കിലും പിതാവ് വിട്ടില്ല. പിതാവ് ഉറച്ച തീരുമാനത്തിലായിരുന്നു. അതിനുശേഷം സ്നാനപ്പെടുകയും ആ ഒരു ഊരുവിലക്ക് നൽകുകയും നടത്തി. അത്രയും കുടുംബങ്ങൾ, സ്വന്തക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. അവരെല്ലാവരും ആ കുടുംബത്തെ വിലക്കി മാറ്റി നിർത്തി. അവർക്ക് പലതരത്തെ കഷ്ടങ്ങളും വേദനയും വന്നു, അടിയേറ്റെന്നൊക്കെയാണ് ഞങ്ങൾ കേട്ടത്. അവിടുന്ന് നിൽക്കക്കളിയില്ലാതെ, നിൽക്കുവാൻ കഴിയാതെ അവർ നേരെ കുന്നംകുളത്തേക്ക് യാത്രയായി കുടുംബമായിട്ട്.
അവിടെയാണ് നമ്മുടെ നാഗൽ സാഹിബിൻ്റെ ബേസിൽ മിഷനിൽ അവിടെ പ്രവർത്തിക്കാൻ ഇടയായി. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നേരെ സുൽത്താൻ ബത്തേരിയിൽ പോയി എൻ്റെ ഗ്രാൻഡ് ഫാദർ PA പീറ്റർ പ്രവർത്തനം ആരംഭിച്ചു, വേല ആരംഭിച്ചു. അവിടെ സഭയായി. എൻ്റെ പിതാവിൻ്റെ ബാല്യകാലം സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയിലും അവിടെ കുറേ 19-20 വയസ്സാകുമ്പോഴേക്കും ദൈവം വിളിച്ചു എന്നാണ് എൻ്റെ അറിവ്. അവിടെ കുറച്ചു കാലം പിതാവ് പ്രവർത്തിച്ചു. പിന്നീട് ദൈവവിളി ഉണ്ടായി, ഈ ദേശം വിട്ട് പോകണം എന്നുള്ള ദൈവവിളി ഉണ്ടായി. അങ്ങനെ പാലക്കാട് ചിറ്റൂർ എന്ന ദേശത്തേക്ക് കടന്നു വരാനിടയായി. അവിടെ സ്വന്തമില്ല, ബന്ധമില്ല, ആരുമില്ല, അറിയാത്തൊരു സ്വന്തം കൂട്ടുകാരില്ല. അത് മാത്രമല്ല 99% ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ചിറ്റൂർ, പാലക്കാട് ചിറ്റൂർ. അങ്ങോട്ട് യാത്രയായി അവിടെ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നോക്കുമ്പോൾ മുഴുവൻ ഹിന്ദുക്കൾ മാത്രമല്ല, കുറച്ച് മുസ്ലിംസുമുണ്ട്, ക്രിസ്ത്യാനികൾ എന്ന ആരുമേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പ്രവർത്തനം മെല്ലെ 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 ആരംഭിച്ചു. പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അറിയാമല്ലോ. അന്ന് കാലത്തൊന്നും ഫണ്ടും മറ്റൊന്നും ഇല്ലല്ലോ, അറിയാമല്ലോ. അന്ന് ബുക്ക് വിറ്റാണ്. ഈ ചെറിയ ചെറിയ നമുക്കറിയാം മത്തായി സുവിശേഷം, മക്കൾ സുവിശേഷം, അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ബുക്കുകളൊക്കെ ഉണ്ട്, ട്രാക്ട്, അതെല്ലാം വിറ്റാണ്. ഓരോ ഗ്രാമങ്ങൾ തോറും നടന്നു പോയി പ്രവർത്തിച്ച് ആ കിട്ടുന്ന പൈസ കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനെയാണ് ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ സമയങ്ങളിൽ കുറച്ചു കാലം കഴിഞ്ഞിട്ടും ആത്മാക്കളൊന്നും ഒന്നില്ല, ആയിട്ടില്ല. അത് മാത്രമല്ല, കുടുംബത്തിലെന്നും പ്രശ്നം. അമ്മയ്ക്ക് എപ്പോഴും അസുഖം. മൂത്ത മോൻ, ഞാൻ ഉണ്ടായിരുന്നില്ല, ആയിട്ടില്ല, ഞാൻ ജനിച്ചിട്ടില്ല, 68 കാലഘട്ടത്തിൽ പറയുന്നത്. മൂത്ത ചേട്ടനും നിരന്തര അസുഖങ്ങൾ, അമ്മയ്ക്കും നിരന്തര അസുഖങ്ങളായി. അതുമാത്രമല്ല പട്ടിണി, അടുത്ത നാട്ടുകാരുടെ പരിഹാസം എല്ലാമായി, സാമ്പത്തിക പ്രശ്നം വേറെ. ഇങ്ങനെ എല്ലാം ആയപ്പോൾ പിതാവിനൊരു തോന്നലുണ്ടായി, ദൈവം എന്നെ വിളിച്ചതാണോ അത് വിളിച്ചതല്ലയോ എന്നൊരു സംശയം പിതാവിന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ പിതാവ് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്നെ വിളിച്ചതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ മടങ്ങിപ്പൊയ്ക്കോളാം, എൻ്റെ പഴയ ജോലി ഞാൻ ചെയ്തോളാം. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പിതാവിനോട് സംസാരിച്ചു കഴിഞ്ഞ ശേഷം അവിടെ ഒരു ചെറിയ പേപ്പർ ഉണ്ടായിരുന്നു. അവിടെ ആ മേശയിൽ ആ പേപ്പറിൽ ഇങ്ങനെ കുറിച്ചു, ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ ഉണ്ടെനിക്ക് അഭയ സ്ഥാനമുണ്ട്, ഉറ്റവർ സ്നേഹിതർ വിട്ടുപോയാലും ഉന്നതൻ മാറില്ല, കൈവിടില്ല. ആ 4 വരികൾ എഴുതിയപ്പോൾ തന്നെ പിതാവിന് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകി, ഭയങ്കര ധൈര്യം ദൈവം നൽകി. അങ്ങനെയാണ് ആ പാട്ട് അന്ന് രാത്രി തന്നെ പൂർത്തീകരിച്ച പാട്ടാണ് യേശു എനിക്ക് എത്ര നല്ലവനെന്ന പാട്ട്. ഈ പാട്ട് അനേകർക്ക് ആശ്വാസം തന്നിട്ടുണ്ട്. ക്രൈസ്തവക്കാരിലേക്ക് അനേകർ പാടുന്നുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഒത്തിരി ഫോൺ കോൾ വന്നിട്ടുണ്ട്, ഒത്തിരി ലെറ്റർ വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അനേകർ ഈ പാട്ടുകൾ സാക്ഷ്യം പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം ഭക്തവത്സലൻ അറിയാമല്ലോ, പുള്ളി തൃശ്ശൂർ ആകാശവാണി റേഡിയോയിൽ ഈ പാട്ട്, പുള്ളി ജോൺസൺ നമ്മുടെ സംഗീത സംവിധായകൻ, ആ പുള്ളി ആ മ്യൂസിക് ഇട്ടിട്ട് ഈ പാട്ട് ഈ ഭക്തവത്സലൻ തൃശ്ശൂർ ആകാശവാണി പാടുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ കാലത്ത് പറയാറുണ്ട്. പുള്ളി ഒരു ദിവസം ഭക്തവത്സലൻ മരിക്കുന്ന 6 മാസം മുമ്പാണ് പിതാൻ വിളിച്ചിരുന്നു, ബ്രദറെ സുഖമായിരിക്കുന്നു, ഞങ്ങൾ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയിൽ ഈ യേശു എനിക്ക് നല്ലവന പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രദറിനെ ഓർത്തു, എങ്ങനെയായിരിക്കുന്നു എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഇപ്പോൾ ഈ യേശു എനിക്ക് നല്ലവണ്ണം പാട്ട്. അതുമാത്രം ഇതിൽ ആ പിതാവിൻ്റെ പാട്ട് എല്ലാത്തിനും അവസാനം ഒരു സിഗ്നേച്ചർ ഉണ്ട്, എല്ലാം പ്രത്യാശയായിരിക്കും. ഇവിടെ നോക്കിക്കോ, വാനവിധാനത്തിൽ ദൂതരമായി വന്നു വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും വീണ്ടിൽ തന്നെ സന്നിധിയാവ് ചേർന്നിടുന്നു. ഞാൻ എന്നും പിതാവിന് എല്ലാ പാട്ടും ശ്രദ്ധിച്ചാൽ അറിയാം, അവസാനം പ്രത്യാശയോടെ നിർത്താറുള്ളത്. ആ പാട്ട് ഇപ്പോൾ പ്രിയ ബ്രദർ പാടുന്നതായിരുന്നു. ഞങ്ങളോട് ചേർന്ന്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോട് ചേർന്ന് ആ ഗാനത്തിൻ്റെ വരികൾ പാടണമേ. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവനാം, താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാം.
യേശു എനിക്കെത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. യേശു എനിക്കെത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാ. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽതുണതാ, ദുഃഖത്തിൽ ആശ്വാസദായകനാ.
വിശ്വാസ